ടു MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എടാ, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഓണം എക്സാമിന് 5 മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരുന്ന അടിപൊളി ക്വസ്റ്റ്യൻസ് എന്നാ പിടിച്ചോ. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അപ്പൊ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ തവണയും എക്സാമിന് വരുന്ന ഒന്നാണ്. എന്താണത് നമുക്ക് നോക്കണം. അതേപോലെ അതിനൊരു എക്സാമ്പിൾ കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എടാ, സ്യൂഡോ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? ഫോൾസ് അല്ലെങ്കിൽ പ്രിറ്റൻഡിങ്, നടിക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ. അപ്പൊ ആരാണ് നടിക്കുന്നത്, എന്താണ് നടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെ. എന്താണ് നടിക്കുന്നത്? ചില റിയാക്ഷൻസ് നമ്മൾ വിചാരിക്കും അവര് ഹയർ ഓർഡർ ആണ് എന്ന്. അവർ ഹയർ ഓർഡർ പോലെ നമുക്ക് തോന്നും അല്ലെ. പക്ഷെ അവർ ആക്ച്വലി ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. അവർ ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ അവരങ്ങനെ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതില് വൺ ഓഫ് ദ റിയാക്ടന്റ് ലാർജ് എക്സസ് ആയിരിക്കും. അതിൽ ഒരു റിയാക്ടന്റ് വളരെ അധികം എമൗണ്ടിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് ചേഞ്ച് ആയാലും അത് നമ്മുടെ റിയാക്ഷന്റെ റേറ്റിനെ കാര്യമായിട്ട് അഫക്റ്റ് ഒന്നും ചെയ്യൂല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റിയാക്ഷൻസിന് എക്സാമ്പിൾസ് മക്കൾക്ക് അറിയായിരിക്കും. ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് അല്ലെ. ഹൈഡ്രോളിസിസ് അതായത് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് അല്ലെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള റിയാക്ഷൻസിൽ വെള്ളം വളരെയധികം നമ്മൾ എടുക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള റിയാക്ഷൻസിൽ വാട്ടർ എന്തായിരിക്കും? വാട്ടർ ഈസ് ലാർജ് എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ വെള്ളത്തിന്റെ കോൺസെൻട്രേഷനിൽ ഒരു ഇത്തിരി ചേഞ്ച് വന്നാലും അത് നമ്മുടെ റിയാക്ഷന്റെ റേറ്റിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യൂല. അപ്പൊ അതിന് എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിക്കുക. ദീസ് ആർ റിയാക്ഷൻസ് വിച്ച് അപ്പിയേഴ്സ് ടു ഫോളോ ഹയർ ഓർഡർ, ബട്ട് അത് ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. ഈ റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് പറഞ്ഞു. ഇതിൽ വൺ ഓഫ് ദ റിയാക്ടന്റ് എന്തായിരിക്കും? ലാർജ് എക്സസ് ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷനിൽ ഇത്തിരി ചേഞ്ച് വന്നാലും അത് നമ്മുടെ റിയാക്ഷന്റെ റേറ്റിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യൂല. ഞാൻ എക്സാമ്പിൾ ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഹൈഡ്രോളിസിസ് ഒരു എക്സാമ്പിൾ ആണ്. ഇതാ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഈഥൈൽ അസറ്റേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. അപ്പം അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റിക് ആസിഡും എത്തനോളും ആണ് കിട്ടുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസറ്റേറ്റ് മിസ് എഴുതി CH3CO C2H5 ആൻഡ് വെള്ളവും എഴുതി H2O അല്ലെ. പക്ഷെ വാട്ടർ ലാർജ് എക്സസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസെൻട്രേഷനിൽ ചെറിയ ചേഞ്ച് വന്നാലും അത് നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യൂല. അപ്പം ഇതിൻ്റെ പവർ 0യും ഇവിടെ പവർ 1ഉം ആണ് അല്ലെ. പവർ 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേടാ. അപ്പം അതുകൊണ്ട് അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെള്ളം ഇവിടെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അല്ലെ. അപ്പോൾ ഓർഡർ എന്താ? ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്താ? 1 ആണ് അല്ലെ. ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 1 ആണ്, ഫസ്റ്റ് ഓർഡർ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ ആണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിന്റെ ഇൻവേർഷൻ. ഇതാ നമ്മുടെ സൂക്രോസ് ആണ് കെയിൻ ഷുഗർ. അതിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു, ഹൈഡ്രോളിസിസ് ചെയ്തു. മക്കളെ, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് നമുക്ക് കിട്ടുക. ഗ്ലൂക്കോസും കിട്ടുന്നു, ഫ്രക്ടോസും കിട്ടുന്നു. ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതിയാൽ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആരെ മാത്രം എഴുതിയാൽ മതിയിടാ? നമ്മുടെ സൂക്രോസിനെ മാത്രം എഴുതിയാൽ മതി. കാരണം വെള്ളം നിങ്ങൾ കോൺസെൻട്രേഷൻ ടേം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ലാർജ് എക്സസ് ആണ് അല്ലെ. അതിൻ്റെ അളവ് വളരെ അധികമാണ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനിൽ ചെറിയ ചേഞ്ച് വന്നാലും അത് നമ്മുടെ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യൂല. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് മാത്രം മതി? C12 H22O11 മാത്രം മതി. ഇതിൻ്റെ പവർ 1 ആണ് വരിക അല്ലേ. അപ്പോൾ ഓവറോൾ ഓർഡർ 1 ആണ്. ക്ലിയർ? ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം മക്കളെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ the rate constant of a reaction തന്നിട്ടുണ്ടടാ. 5 × 10⁻⁻² S ഇൻവേഴ്സ് ആണ്. ഫൈൻഡ് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കണം. ഹാഫ് ലൈഫ്. അപ്പോൾ ഇതിൻ്റെ
യൂണിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എസ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. എസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏത് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ആടാ? എസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ആണ് അല്ലേ? അപ്പൊ റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ. സോ ഹാഫ് ലൈഫ് കാണാൻ നമുക്ക് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറിന് 0.693 ഡിവൈഡഡ് ബൈ കെ ആണ് അല്ലെ? അപ്പൊ മിസ് എഴുതാൻ പോവാണ് 0.693 ഡിവൈഡഡ് ബൈ 5 into 10 raised to minus 2. 5 into 10 raised to minus 2. So the answer is 13.86 seconds. 13.86 seconds. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് നമ്മുടെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ ആണ്. സോ അതൊന്ന് പെട്ടിയിലിട്ട് പൂട്ടി വെക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ഇനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഐഡന്റിഫൈ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇഫ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് മോൾ എൽ ഇൻവേഴ്സ് എസ് ഇൻവേഴ്സ്. അപ്പോൾ ഇത് ഏത് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ആണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ കുറേ വീഡിയോസ് ആയിട്ട് മിസ്സിന് വീണ്ടും വരാം. ഓൾ ദി ബെസ്റ്റ്.